ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അന്നത്തെ പോലെയല്ല, ഞാൻ മുഴുവനും എടുക്കാം. ഫസ്റ്റ് ഞാൻ ഇന്ന് സ്കൂളില്ലായിരുന്നു. ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇന്നലെ ആർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് മിസ് വന്നിട്ട് പറഞ്ഞു ഒരു ഫ്ലവർ പേപ്പർ കപ്പ് വെച്ചൊരു ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പം പറഞ്ഞു അവിടെ കൊണ്ടുപോയി ചെയ്യുന്നു. പക്ഷെ അപ്പം പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ചെയ്യാൻ ബ്രഷ് തപ്പിയപ്പം ബ്രഷ് മൊത്തം കട്ടി പിടിച്ചിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ടേക്കും. അതായോ നമുക്കൊന്ന് നോക്കാം. ഞാൻ വരുത്തിട്ടാണ്. അപ്പം ബ്രഷ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും പോയി പെയിൻ്റ് കപ്പിൻ്റെ അകത്താണ്, വെളിയിലെല്ലാം ഫ്ലവർ 16 ഇതായിട്ട് മുറിക്കാം പരത്തിപ്പുറത്തായിട്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇത് അവിടെ പോയുമ്പോൾ വേറെ കപ്പ് തരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കളർ അടിക്കാം. ഇത് സ്കൂളിൽ നിന്ന് തന്നെ പെയിൻ്റാണ്. വേറെ പെയിൻ്റ് ഉണ്ട്, പക്ഷെ അതിന് തീർന്നു പോയി. പിന്നെയുള്ള ബ്രഷ് പെൻസിൽ പെയിൻറ്റ് അല്ല മറ്റേ എന്തൊക്കെ ഉണ്ട്. നമുക്കിത് മൊത്തം കളറടിച്ചിട്ട് നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞു. ഇത് ക്യാമറ കാണണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലൈറ്റ് കളറാണ്. ഇച്ചിരി എടുത്തിട്ടുള്ളൂ, ഈ വർഷം മൊത്തം ഉപയോഗിക്കണ്ട. നല്ല കളർ കാണുന്നുണ്ട്, ക്യാമറ കാണുന്നില്ല. ക്യാമറ എത്തിയതായിട്ട് കാണുന്നു. ഇത് ഇച്ചിരി കളർ കൂടുതലാണ്, ലൈറ്റ് കളർ. അപ്പം നമുക്കിനിയും ബ്രഷ് കൊണ്ട് പെട്ടെന്ന് കഴുകിയേക്കാം. മറ്റേത് കൊണ്ട് കഴിവണേ. ആ കപ്പ് ഇട്ടുകൊണ്ട് കപ്പ് ഇപ്പോൾ കൊണ്ട് കഴിയാണ് കാര്യം. എനിക്ക് വേറെ ആരും വീഡിയോ ഒന്നും എടുത്തരായില്ല. ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. നമുക്ക് ഇതിനകത്തോട്ട് എടുക്കുകയാണ്. ഈ ബ്രഷ് ഞാൻ നോക്കി, പക്ഷേ കട്ടി മാറുന്നില്ല. അത് ഭയങ്കര നമുക്ക് അതിൻ്റെ കൂടെ അന്ന് ലുലുമാളിൽ പോയപ്പം വിളിച്ചാണ്. അന്നല്ല, ഞങ്ങൾ വേറൊരു പ്രാവശ്യം പോയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇനി നമുക്ക് 16 പീസായിട്ട് ഇത് മുറിക്കാം. അങ്ങനെയല്ല, 16 പീസായിട്ട് മുറിക്കില്ല, അങ്ങനെയല്ല. ഇങ്ങനെ ഇപ്പം വെട്ടി ഇവിടുന്ന് ഞാൻ വെട്ടി. അപ്പോൾ 2 പീസായി. അങ്ങനെ വെട്ടി. ഞാൻ പോയി വെട്ടിയിട്ടാണ് ഞാൻ ബോർഡ് എടുക്കുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെയാണ് ഡോട്ട് ഇടുന്നത്. 16 ഡോട്ട് ഇട്ടു. നമുക്ക് ഇനി ഇതെല്ലാം വെട്ടി നിങ്ങളെ കാണിക്കാത്ത എന്തെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് ലാഗ് എടുപ്പിച്ചു. അപ്പോൾ ഇനി അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുറിച്ചിട്ട്. നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വിടർത്തി കൊടുക്കണം. ഉണ്ടോ? എന്നിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് പേപ്പർ ഷോ ഉണ്ടെങ്കിൽ അതെടുക്കണം. പേപ്പർ ഷോ ഇല്ലാത്തവർ പേപ്പർ മടക്കിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ സ്റ്റെമ്മായിട്ടാണ് ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഇത് ഒട്ടിച്ചിട്ട് താഴെ സ്റ്റെമ്മ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പൂ പോലെ കാർഡ്ബോർഡിൽ ഇപ്പം ഒരു ചെടിച്ചട്ടിയിൽ ഒരു പൂ പോലെ ചെടിച്ചട്ടി അല്ല, ഒരു പൂ പോലെ അതിനകത്ത് ഇട്ടു. ചെടിച്ചട്ടി
കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ടോ ഇതുപോലെ ഇച്ചിരി ഇവിടെ എടുത്തി കൊടുത്താൽ മതി. ആണ്ടേ ഇങ്ങനെ ബൗള് പോലെ ഫ്ലോപ്പായില്ല. നടുക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എൻ്റെ കുറച്ച് പെൻമാർക്കർ 4 പെൻമാർക്കറുണ്ട്. അപ്പോൾ ഇതിന് ബ്ലാക്ക് എടുക്കാം നമുക്ക്. എന്നിട്ട് നടുക്കടിച്ചു കൊടുക്കാം. കൊള്ളാമെന്ന് നോക്കാം. ഇതായിട്ടാണ് പണി പാടി. കാരണം ഞാൻ പെൻമാർക്കർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ടൈം ലാപ്സിലൊക്കെ ഇട്ട് കയ്യിലൊക്കെ പിടിച്ച് എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അതിന് ഇച്ചിരി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇട്ടാം. അപ്പോൾ അതുകൊണ്ട് വലിയ മാർക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് തെളിയുന്നില്ല. ചുറ്റ് കൊടുക്കില്ല. ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. മഴ മതി. ആ കുറേ നേരമായി അഞ്ഞൂറ് പിന്നെ ഇത് കാണാം. ഞാൻ ഇത് മുഴുവൻ കളർ അടിച്ചിട്ടാ. നിങ്ങൾ കാണാം. നോക്കി ഇതാ ഒരു മാത്രം ഒന്ന് വന്നു. പക്ഷെ നന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ണും മുക്കുമെല്ലാം വരച്ചു കൊടുക്കാം. കണ്ണ് വരയ്ക്കാം നമുക്ക്. അപ്പം ഇതുകൊണ്ട് കഴുകി വെച്ചിട്ട് ഞാൻ വരാമെന്ന് പറയും എന്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് ഫോണും കൂടെ കൊണ്ടുപോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് വേറെ ആരും സഹായിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എടുക്കാൻ പാടുള്ളതുകൊണ്ടാണ് നമുക്ക് ബ്രഷ് കൊണ്ടാടില്ല. ഞാൻ കഴിക്കാണ്ട് വന്നിട്ടുണ്ട്. ബ്രഷ് കൊണ്ടുവരിക. ഞാൻ ചെറുതായിട്ട് സംസാരിക്കുന്ന പോലെയുണ്ട്. ഞാൻ നല്ല ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ശരി വൃത്തിയായിട്ടുണ്ട്. പെൻമാർക്കർ വെച്ച് അവിടെ ആക്കാട്ട് നോക്കാം. അവർ എന്തോ അതിനകത്ത് കുഴപ്പമുണ്ട്. പക്ഷേ ഇപ്പം ഇതത്ര ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ചവ മറക്കാണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇത് ഇച്ചിരി നേരം ഉണക്കാൻ വെക്കാം. പിന്നെ വന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇത് നമുക്ക് സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുക്കാം. സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുപോകണം. എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയില്ല. ഇപ്പം ഞാൻ രാവിലെ എണ്ണീറ്റപ്പോഴല്ലേ വീഡിയോ എടുത്ത് തുടങ്ങാൻ. ഞാൻ എണ്ണീറ്റു ഇച്ചിരി നൂഡിൽസൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. പക്ഷെ ബാക്കി ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ കോള് വരുന്നുണ്ട്. പിന്നെ കോളൊക്കെ വന്ന് അതൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ ഇപ്പോൾ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ ഷോർട്സ് എടുക്കാനാണ്. ഷോർട്സ് എടുത്തിട്ടില്ല. അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികളെ കാണിച്ചു തരാം. ഇപ്പം കട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ 12:30 അപ്പം ഞാൻ കാണിച്ചു തരാം. ഒരാളവിടെ ഇരിക്കുന്നു. കാണിച്ചു തരാമേ. ആള് കാണുന്നതിലല്ല നല്ല ക്യൂട്ടാണ്. ഫോണിൽ കാണുന്നതിനെക്കാട്ടും ക്യൂട്ടാണ്. ഞാൻ 2 പൂച്ചക്കുട്ടികളാണ് ഉള്ളത്. ഒരാളെപ്പോഴും ബാക്കില്ല. ഞാൻ ബാക്കി
പോയി അവിടെ കണ്ട കാഴ്ചയാണ് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ കാണും. നല്ല അയ്യോ ഒരു പക്കി ഇങ്ങനെ കണ്ടു. കഷ്ടമുണ്ട് എൻ്റെ പൂച്ചക്കുട്ടി ഓടിച്ച്. ഒരു പക്കി ഉണ്ടായിരുന്നു കണ്ട് പറന്നുപോയി. ഓട്ടുബാ ഞാൻ ഒരാൾ കണ്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കളിയാണ്. ഇത് അള്ളത്തൊന്നുണ്ട് പാവം. പക്ഷെ മറ്റേത് എൻ്റെ അമ്മച്ചി അള്ളിയിട്ടുണ്ട്. അത് കാലിൽ അറിയാതെ തട്ടിയപ്പോഴത്തേക്ക് അള്ളിയത്. അല്ലെങ്കിൽ ഇത് രണ്ടും അള്ളത്തില്ല. പാവങ്ങളാണ്. വേണ്ട നമുക്ക് വെള്ളം കൊടുക്കാം. അയ്യോ നമുക്ക് വെള്ളം കൊടുക്കായിരുന്നു. നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു ടാറ്റ കൊടുത്തിട്ടാണ് പോവാറ്. ഇപ്പോൾ മനസ്സിലാവും. അല്ല ഇപ്പോൾ വീട്ടിനകത്തോട്ട് ഓടി വരുന്നുണ്ട്. വീട്ടിൻ്റെ അകത്ത് ഞങ്ങൾ കയറ്റാറില്ല. പോയി ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ നോക്കാം. പങ്കാശിയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. 50-50 ആണ്. നമുക്ക് ബാക്കിൽ പോയിട്ട് മറ്റേ ആളുണ്ടോ എന്ന് നോക്കാം. അവൻ അവിടെ ഇല്ല. അപ്പം നമുക്ക് 6 ബിസ്ക്കറ്റ് നോക്കാം. മറ്റേ പൂച്ചക്കുട്ടിക്ക് കൊടുക്കാം. മറ്റേനെ കാണാത്തോണ്ടാണ് പാപ്പാ. പങ്കാശ് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പാവം വിശന്നിരിക്കുമായിരുന്നു. മറ്റേനെ കണ്ടില്ലല്ലോ. എവിടെയെങ്കിലും കഴിക്കാൻ പോയതായിരിക്കും. ഇവൻ പോകത്തില്ല, മറ്റവനെ പോകത്തുള്ളൂ. അവനെന്നൊക്കെ പറഞ്ഞ് പൂച്ചക്കുട്ടികളായിരുന്നു കേട്ടോ. പക്ഷേ ഇതാണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മറ്റേത് പെണ്ണാണ്. എനിക്കറിയാം. വിശന്നിരിക്കുകയാണ് പാവം. നമുക്ക് പോവാം. വീടിന് കഴിക്കട്ടെ. നമുക്ക് വീട്ടിനകത്ത് വരാം. ഞാൻ പോയി ഷോട്ട് എടുത്തിട്ട് വരാം. ഒരു കോലമായി. അമ്മ ഫോൺ വിളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരുങ്ങിയത്. നമുക്ക് വീഡിയോ എടുക്കാം. നല്ല വീഡിയോ എടുത്തിട്ട് കാണാൻ ഷോർട്ടൊക്കെ ഇടട്ടെ. ഞാൻ എപ്പോഴും എന്താ 5 കൂടുതൽ ഷോർട്ട് ഇടാറുണ്ട്. കാരണം ഇപ്പോഴും വീഡിയോസ് ഒന്നും ആരും കാണാറില്ല. ഞാൻ ഒത്തിരി ഷോർട്ട് ഇടാറുണ്ട്. എനിക്ക് ഒത്തിരി ഷോർട്ടിട്ട് ആൾക്കാർ ഒരെണ്ണമെങ്കിലും കാണാമെന്ന് തോന്നുന്നു. നമുക്ക് പോയി എവിടാ ഷോർട്ടൊക്കെ ഷോർട്ട് കട്ടേ. പതുക്കെ പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പതുക്കെ പറഞ്ഞ പോലെ തോന്നുന്നു. ഞാൻ ഷോർട്ട് എടുത്തിട്ട് വരാം. ഗൈസ്, ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷോർട്സ്. അപ്പം ഞാൻ ഇന്ന് കുറേ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് 2 എണ്ണം ഇട്ടുള്ളൂ. 2 എണ്ണം ഇടാൻ പറ്റത്തുള്ളൂ വന്നു. അപ്പം ഗൈസ്, ഞാൻ പോയി ഷോർട്സൊക്കെ എടുത്തു കഴിഞ്ഞ് 2 ഷോർട്സാണ് എടുത്തത്. ബാക്കി ഇടാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് 4 ഇടാം. ഇപ്പം നമുക്ക് TV കാണാം. സിനിമ കാണാം. എന്തിടും ഞാൻ ആദ്യം ആലോചിക്കണം.
നമുക്ക് നോക്കട്ടെ. ഞാൻ നിങ്ങളുടെ കൂടെ കാണിച്ചു തരാം. ഇതാണ്ട് യൂട്യൂബിനകത്താണോ? യൂട്യൂബ് എടുക്കാം. നമുക്ക് അടുത്തോട്ട് പോകാം. ഷേക്കാവും. നമുക്ക് ഒരു മൂവി തോന്നുന്നു. ഞാൻ താന്തോന്നി കാണാം. ടൈപ്പോയി. അപ്പം ഈ മൂവിയാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് കാണാം. ആൻറ്റി അപ്പം ഗൈസ് നമ്മൾ സിനിമ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഞാൻ കാണാൻ പോവാണ്. ആ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞില്ല. എന്നാലും നമുക്കൊന്ന് താഴോട്ട് പോയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി റംബൂട്ടാൻ ഇരിക്കുന്നുണ്ട്. റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് പോയി ഒരെണ്ണം പോയി നമുക്കത് പോയി ഭയങ്കര ഇഷ്ടം. എന്താ അറിഞ്ഞു. അപ്പം ഗൈസ് നമുക്ക് ഒരെണ്ണം ശേഷം നോക്കാം. ബാക്കിനെ ഫോൺ ഓഫാക്കിട്ടെന്ന് വെച്ചോ നോക്കാം. കഴിച്ചിട്ട് കാണാം. ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു. നമുക്ക് ഇത് കഴിക്കാം. എന്നിട്ട് നമുക്ക് വരുന്ന ഇത് കഴിച്ചുകൊണ്ട് സിനിമ കാണാം. നമുക്ക് ഇവിടുന്ന് സിനിമ കാണാം. അതുകൊണ്ട് നമുക്ക് ബാക്കി ഞാൻ ഇച്ചിരി കണ്ടായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഒരു സ്ഥലം വരെ പോയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി കണ്ടു. ഇനിയും കുറേ ഉണ്ട്. നമുക്ക് ബാക്കി കൂടെ കാണാം. വേറെ പണിയൊന്നുമില്ല. പിന്നെ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ പഠിക്കാം. ഗൈസ് 1 മിനിറ്റ്. ഞാൻ സിനിമ കണ്ട് പകുതിയായിട്ടുണ്ട്. ഇനിയും ബാക്കി പകുതിയുണ്ട്. ഞാൻ ജസ്റ്റ് ഇത്ര നേരം ഞാൻ ടൈം ലാപ്സിലിട്ട് ഞാൻ കാണുന്നത് നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പം ഇനി ഞാൻ മൊത്തം കണ്ടേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഞാൻ കർമ്മലൊക്കെ ഊതി വെച്ചു. മുടിയൊക്കെ ചീരി
ഇപ്പോൾ ഇവിടെ നോക്കി സിനിമ കാലായി നോക്കി ഇവിടെ കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഇൻഫർമേഷനൊക്കെ തരണ്ടേ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് കണ്ടിട്ട് ഇനി ഞാൻ മൊത്തം കണ്ടിട്ട് ഞാൻ മൊത്തം ഇനി ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാനാണ് ഞാൻ കണ്ടെന്നത്. അപ്പം ഇനിയും ഞാൻ എന്താ ഇത് മൊത്തം കണ്ടു തന്നിട്ടേ വരും. ടാറ്റാ. നിങ്ങൾക്ക് കേൾക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമ കണ്ടിട്ട് ബാക്കിയെടുത്തോളാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ വരാം. എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷേ ഉച്ചക്കൊക്കെയാണ്. അപ്പം ഞാൻ ഇവിടെ വരാറില്ല. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ടിട്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഇവിടെ ഇങ്ങനെയാണ്, പക്ഷേ ഞാൻ ഉച്ചയ്ക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും വരാറില്ല. അത് നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ല വെയിലാണ്. ഇനി സിനിമ കണ്ടിട്ട് കാണാം. അവിടെ വെന്തോണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് ചുമ്മാ ഞാൻ ചുമ്മാ കാണിക്കുന്ന അതിൻ്റെ കവർ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക ഉണ്ട്. ഞാൻ ഒരു സംഭവം കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇരുന്നപ്പോൾ ചുമ്മാ അടിച്ചു വെച്ച കൊല്ലാമോ? നമുക്കും ഇനിയും ഞാൻ ഉണ്ടാക്കിയ പൂ ഇതാ അങ്ങനെ ശരിയായി വന്നു. ഇനി സ്റ്റെമ്മൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റെം ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പോയി പേപ്പർ എടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ ബ്രൗൺ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 ഷീറ്റ് വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്താ ബ്രൗൺ കളർ തെച്ചിട്ടാൽ മതി. നമുക്ക് ഇതൊന്ന് റോൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കും. ഇത് ചൂട്ടി കൊടുക്കാം. ഇത് ചുരുട്ടട്ടെ. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ല, എന്നാലും കൊള്ളാം. നമുക്ക് ഈ സൈഡിൽ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മടക്കി വെക്കാം. One minute. ഗ്ലൂ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ശരിയാ, ഒട്ടുന്നില്ല. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അല്ല, ഒട്ടിച്ചില്ല, ഒട്ടിക്കാൻ പോകുന്നു. ഫ്ലോപ്പ് ആവുമെന്നാണ് തോന്നുന്നു. ഫ്ലോപ്പ് ആവുന്ന ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഇത് ഒട്ടുന്നില്ല.
ഇച്ചിരി എന്താ പാട്ട് വായിക്കും. ഞാൻ ഇങ്ങനെ എല്ലാം വായിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഓടക്കുഴൽ നമുക്ക് ഈ സാധനം കൊണ്ടുപോയി അതിനകത്തോട്ട് കട്ടായിപ്പോയി മൊത്തം ഇങ്ങനെ ഒട്ടിക്കൽ പോയ കാര്യമാണ്. വീട്ടിലും ഊത്തിലും എല്ലാം ഉണ്ട്. അപ്പം നമുക്കിനി സിക്സേഴ്സ് തട്ടി വിടാം. കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും കറക്റ്റ്. നമുക്ക് ഗ്ലൂ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് മറന്നാ പിന്നെ ഇത് ഓർക്കത്തേ ഇല്ല. നമുക്ക് ഈ പൂവിലൊട്ടിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലൊട്ടിച്ചു കൊടുക്കാം. അപ്പം ഗൈസ് നമുക്ക് ഇതിൽ നിന്ന് ഈ എതളാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തെത്തിച്ച് കൊടുക്കാം. എൻ്റെ പേപ്പർ ഷോ ഇല്ലാത്തതുകൊണ്ടാണ് തേച്ചെടുക്കുന്നത്. അപ്പം ഇച്ചിരി നേരം കഴിഞ്ഞാൽ ഇത് സെറ്റാവും. ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതൊന്ന് ഒട്ടിക്കട്ടെ. ഞാൻ ഇത് ഒട്ടിച്ച് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതൊരു കാർഡ്ബോർഡ് അല്ല, ഇവിടുന്ന് വെട്ടിയിട്ടാണ് കാർഡ്ബോർഡ് ഒട്ടിക്കുന്നത്. ഇപ്പം ഞാൻ കാർഡ്ബോർഡ് ഒട്ടിക്കുന്നത് കാരണം ഒത്തിരി കാർഡ്ബോർഡൊന്നും എൻ്റെ ഇല്ല. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരിടത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടുപോയി ചെയ്യാനാണ്. ആൻ്റെ ഞാൻ എല്ലാവരും കാണിച്ചിട്ട് വരാം. അപ്പം എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊന്നും കുഴപ്പമില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിത് ഇച്ചിരി നേരം ഉണങ്ങാൻ വെക്കാം. അപ്പം ഇനി അതെത്ര ആയെന്ന് പോയി നോക്കാം. വെച്ചില്ല, 30 മിനിറ്റിൻ്റെ വെച്ചു. ഇനി 16 മിനിറ്റും കൂടെ ഉള്ളു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. അതായിട്ട് പറയാം.